നെയ്മാർ ഇല്ലാത്ത ബ്രസീൽ. അപ്പോൾ ഇന്നലെ വരെയുള്ള കാര്യം നമുക്കറിയാം. ഇനിയിപ്പോൾ നാളെ എന്താണെന്നുള്ളത് അറിയില്ല. എന്നാൽ പോലും നെയ്മാർ ഇല്ലാത്ത ബ്രസീൽ കളിക്കുന്നത് നമ്മൾ കണ്ടു. കളിച്ചതിൽ ഹെയ്റ്റിക്ക് മുകളിൽ നല്ല ആധിപത്യത്തോടുകൂടി ഫസ്റ്റ് ഹാഫിൽ കളിച്ചു. സംഗതി ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ബ്രസീൽ ഫാൻ അല്ല. എന്നാൽ പോലും ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കളിയായിട്ട് എനിക്ക് തോന്നിയത്. ദിലീപ് ഇന്നലത്തെ ബ്രസീൽ ഹെയ്ത്തി കളി എങ്ങനെയാണ് കാണുന്നത്? അവർക്ക് ആവശ്യമുള്ളത് കിട്ടി. ഒരു 3 പോയിന്റ് ഒരു ജയം. അത് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ജയം. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ജയമൊന്നും അല്ല. ഇപ്പൊ അർജന്റീനയുടെ ആയിരുന്നു, ഇംഗ്ലണ്ടിന്റെ ആയിരുന്നു, ഫ്രാൻസിന്റെ തീർച്ചയായിട്ടും ആയിരുന്നു. അതുപോലത്തെ ഇത് കണ്ടിട്ട് ആരും ബ്രസീലിനെ പേടിക്കാൻ പോകുന്നില്ല. പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് ഈ 3 പോയിന്റും. അടുത്ത റൗണ്ടിൽ ഇപ്പൊ ഗ്രൂപ്പിൽ എവിടെ ഫിനിഷ് ചെയ്യുന്ന തീരുമാനമായിട്ടില്ല. പക്ഷെ അടുത്ത റൗണ്ട് എത്തുന്ന ഉറപ്പായി. അപ്പൊ ആ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞു. പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഹൈറ്റി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ശരിക്കും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ മൊറോക്കോന്റെ അത്ര നല്ല ടീമല്ല. പക്ഷെ ആ കളി അപേക്ഷിച്ച് നോക്കുമ്പോൾ മിഡ്ഫീൽഡ് കുറെ കൂടി സോളിഡ് ആയിരുന്നു. അവരുടെ ഫോർവേഡ്സിന്റെ ശക്തികൾ അനുസരിച്ച് കളിച്ചു. ഞാൻ കഴിഞ്ഞ കളി കഴിഞ്ഞ് പറഞ്ഞു, വിനീഷ്യസിനെ പോലത്തെ ഒരു കളിക്കാരന് ശരിക്കും ആ ത്രൂ ബോൾ അല്ലെങ്കിൽ ലോങ് ബോൾ കിട്ടണം ഓടി എത്താൻ വേണ്ടി. അപ്പൊ അതനുസരിച്ച് ചെയ്തു. പിന്നെ മത്തായസ് കുഞ്ഞ വളരെ നന്നായി കളിച്ചു. ആ സെൻട്രൽ ഒരു സ്ട്രൈക്കർ റോളില് നല്ല മൂവ്മെന്റ്, വളരെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കളിക്കാരനാണ്. എപ്പോഴും അത് വളരെ മോശം ഒരു വുൾഫ്സ് ടീമിന് വേണ്ടി കളിക്കുമ്പോഴാണ് ശരിക്കും ശ്രദ്ധയിൽ വന്നത്. അപ്പൊ അത് ആ മികവ് ശരിക്കും കാണിച്ചു. ഒരു ഈഗോർ തിയാഗോന്റേതും കുറേം കൂടി ഒരു ഓൾറൗണ്ട് കേപ്പബിലിറ്റി ഉള്ള ഫുട്ബോളറാണ്. തിയാഗോ നല്ലൊരു ടാർഗറ്റ് മാൻ ആണ്. പക്ഷെ അതിലും കഴിവുകളും സ്കിൽസ് ഉള്ളൊരു കളിക്കാരനാണ് മത്തായസ് കുഞ്ഞ. ഇപ്പൊ ഈ റഫീഞ്ഞയ്ക്ക് പരിക്കാണല്ലോ. ഇനിയിപ്പോ അടുത്തിൽ കളിക്കുമോ എന്നുള്ളത്, 2 നല്ല കളിക്കാരുണ്ടാവും എന്നുള്ള സംശയമാണ്. ഇപ്പൊ ഈ മത്തിയാസ് കുഞ്ഞ പിന്നെ വിനീഷ്യസ് ജൂനിയർ, ഈ 2 കളിക്കാരെയും വെച്ചോണ്ട് ഇനിയിപ്പം മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, പക്ഷെ അവർക്കിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ റയാനും എൻട്രിക്കും രണ്ടുപേരും കുഴപ്പമില്ലാതെ കളിച്ചു. എൻട്രിക്കിന്റെ ഒരു ഗോള് ജസ്റ്റ് ഓഫ് സൈഡ് ആയിപ്പോയി. പക്ഷെ നല്ല മൂവ്മെന്റ് ഉള്ള 2 കളിക്കാരാണ്. വളരെ ചെറുപ്പാണെങ്കിലും അങ്ങനത്തെ കുറച്ച് ഈ ലോകകപ്പ് ജയിക്കണമെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന കളിക്കാർ തന്നെ വേണം. അപ്പൊ അതിനുള്ള മുൻനിരയെ പറ്റി എനിക്ക് വലിയൊരു പേടിയില്ല ബ്രസീലിന്റെ കാര്യത്തിൽ. ഈ ഡിഫൻസും മിഡ്ഫീൽഡും പിടിച്ചു നിൽക്കുക ഒരു നല്ല ടീമിനെതിരെ. അത് മൊറോക്കോനെതിരെ അത് തന്നെയായിരുന്നു സംശയം. പിന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇന്നലെ ഇപ്പം ഒരു പ്രധാനമായ ഒരു സവിശേഷമായ റെഡ് കാർഡ് കണ്ടല്ലോ. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ അതുപോലത്തെ ഒരു സംഭവം ഉണ്ടായത് വിനീഷ്യസ് ജൂനിയറിനെതിരായിട്ട് ബെൻഫിക്കയുടെ ഒരു വായ്മൂടിയിട്ടുള്ള സംസാരം. അന്ന് ഷർട്ട് പൊന്നിച്ചിട്ടാണെന്ന് തോന്നുന്നു സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അത് പിന്നീട് നിയമമായി വരികയും പുതിയ നിയമമായി ഇന്നിപ്പോ അത് വാർ പ്രകാരം കണ്ടെത്തുകയും അങ്ങനെ ഒരു അപൂർവമായ റെഡ് കാർഡ് കാണുകയാണ്. അപ്പോൾ അതിന്റെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇത് വരുന്നുണ്ട്. ഈവൻ പിന്നെ നമ്മുടെ ഇൻഫാന്റിനോ വരെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കാരണം അതിപ്പോ റേഷ്യൽ ആയിട്ടുള്ള അത് നല്ലൊരു കാര്യം തന്നെ. എന്താ വെച്ചാൽ ഇതിപ്പോ നീ പോടാന്നൊരു കാര്യം പറയണേ നിനക്ക് വായ മൂടേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ കളിക്കാർ വായ മൂടേണ്ട ഒന്നുമില്ലെങ്കിൽ വംശീയതയെ പറ്റിയുള്ളത്, അല്ലെങ്കിൽ ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് 3ഉം കളിക്കളത്തിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്ത വഴി നമുക്ക് റീപ്ലേ അപ്പൊ തന്നെ കാണാം. മറ്റേ കളിക്കാരൻ അപ്പൊ തന്നെ റെഫറിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തോ പറഞ്ഞത് എന്തോ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് അതിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതില് പിന്നെ തുർക്കിക്കെതിരെ ആദ്യം മുതൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധിപത്യത്തോടുകൂടിയാണ് പാരഗ്വേ കളിക്കുന്നത്. പാരഗ്വേയുടെ കളി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അവര് എത്രമാത്രം മറ്റൊരു അതെ, ടർക്കിക്ക് ഏകദേശം 80% ആയിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നു. അവരുടെ പ്ലാൻ ആദ്യം നേരത്തെ ഗോൾ അടിക്കാൻ പറ്റി. ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 1 മിനിറ്റിനുള്ളിൽ ഗോൾ അടിച്ചു. പിന്നെ അവര് ഡിഫെൻഡ് ചെയ്യാന്ന് മാത്രമല്ല, അവർക്ക് മറ്റേ ടീമിനെ എങ്ങനെ എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റും അതില് വളരെ കഴിവുള്ള ഒരു ടീമാണ്. അവർ നിലത്ത് കിടന്ന് ഉരുളും, ഇങ്ങനെ പുറകുന്ന് ചെറിയ ചവിട്ട് കൊടുക്കും, തോണ്ടും, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും മുമ്പ് തൊട്ടേ ഇതില് മാസ്റ്റേഴ്സ് ആണ് പാരഗ്വേ ടീം. അവരുടെ ഏറ്റവും
പ്രധാനപ്പെട്ട കളിക്കാരൻ പണ്ടത്തെ ഗോൾ കീപ്പർ ഹോസെ ലൂയിസ് ഷിലവേര ഷർട്ടില് ബുൾഡോഗിന്റെ കാർട്ടൂൺ ആയിരുന്നു എപ്പോഴും. അപ്പൊ അങ്ങനത്തെ ഒരു ടീമാണ്, ഒരു ഇറിറ്റേറ്റിംഗ് ഒരു നെഗറ്റീവ് ടീമാണ്. പക്ഷെ അവരുടെ ആ കെണിയിലേക്ക് ശരിക്കും ടർക്കി പോയി വീഴും ചെയ്തു. അവര് ഫ്രസ്ട്രേറ്റഡ് ആയി ഇടയ്ക്കിടയ്ക്ക് അവര് നിലത്ത് വീഴുക, റെഫറിയെ പറ്റിക്കാൻ നോക്കുക, ആകപ്പാട് അങ്ങനത്തെ ഒരു കളിയായി മാറി. ഈ രണ്ട് കളിയിൽ ഓസ്ട്രേലിയക്കെതിരെയും പാരഗ്വേക്കെതിരെയും ശരിക്കും ടർക്കിക്ക് 62 ഷോട്ട് ആയിരുന്നു രണ്ട് കളിയും കൂടി. ഒരൊറ്റ ഗോള് പോലും ഇല്ല. അതാണ് നമ്മൾ എത്ര ടെക്നിക്കലായിട്ടുള്ള നല്ല കളിക്കാരുണ്ടെങ്കിലും ഇപ്പൊ 2002 ടീമും ഇതുമായിട്ടുള്ള വ്യത്യാസം, അതിൽ ഹക്കാൻ സൂക്കർ ഒരു മാസ്റ്റർ ഫിനിഷർ ആയിരുന്നു. ഇവിടെ ഫിനിഷ് ചെയ്യാൻ ബെസ്റ്റ് ചാൻസ് കിട്ടിയത് ഡെമിറാൽ, അവരുടെ സെന്റർ ബാക്ക് ആണ്. യൂറോയിലും അവരുടെ ടോപ്പ് സ്കോറർ ഡെമിറാൽ ആയിരുന്നു. അപ്പൊ ഒരു ഗോൾ സ്കോറർ ഇല്ലാത്തതിന്റെ കുറവാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ടർക്കി എന്തായാലും ഇപ്പൊ പുറത്ത് പോവാണ്, ഉറപ്പായിട്ടും പുറത്ത് പോകുന്ന ഇപ്പൊ ഹെയ്റ്റിയും ടർക്കിയാണ് ഇപ്പം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇന്നലെ കണ്ട കളികളിൽ. അപ്പൊ അതൊരു സങ്കടകരമായ കാര്യമല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും നല്ല പ്രതിഭാധനന്മാരായ കളിക്കാരുണ്ട്, പക്ഷെ അത് കളി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ മാനേജ്മെന്റിന്റെ പ്രശ്നമാണോ, അത് മാനേജറുടെ പ്രശ്നമാണോ? മാനേജറുടെ പ്രശ്നമാണോ? കുറെ എല്ലാ കാലത്തും ടർക്കി ടീമിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ഒരു മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തൊരു ടീമാണ്. ഈ അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പെട്ടുപോണ ഒരു ടീം. ഈ മറ്റേ ടീമിന് വേഗം തോണ്ടി അവരുടെ ഇത് പ്ലാനൊക്കെ അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. അത് ഇനിയും മാറിയിട്ടില്ല. ആ ഒരു പക്വത ഇല്ല കളിക്കാർക്ക്. ഇപ്പൊ പല സാഹചര്യത്തിലും നിങ്ങൾ ജസ്റ്റ് അവിടുന്ന് നടന്നു പോകണം. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് അതിലാണ്. ഇവൻ എന്നെ ഫൗൾ ചെയ്തു, ഞാൻ തിരിച്ചു പോയി ഫൗൾ ചെയ്യും, അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഫോക്കസ് പോവുക. അപ്പൊ അവര് ഇന്നലെ അവരുടെ നല്ല കളിക്കാരും പലരും ഇതിൽ പെട്ടുപോയി. മൊറോക്കോ സ്കോട്ട്ലൻഡ് കളിയെ പറ്റി പറയുകയാണെങ്കിൽ മൊറോക്കോ ആധിപത്യം പുലർത്തിയ കളിയാണ്. പക്ഷേ ഈ ബ്രിട്ടീഷ് മീഡിയ ഒക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കോട്ട്ലൻഡാണ് നന്നായിട്ട് കളിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഗതികളും BBC ഒക്കെ 2-3 ലേഖനങ്ങളായി ഇപ്പം വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും മൊറോക്കോയുടെ നല്ല കളി അതിലും വലിയൊരു തോൽവി പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ച് മൊറോക്കോ ബ്രസീലിനെ അടുത്ത് കളിച്ചത് കണ്ടിട്ട് എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു, ഇതൊരു വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കളിയായി മാറുമെന്ന്. പക്ഷെ ഇന്നലെ മൊറോക്കോ അത്ര നന്നായി കളിച്ചില്ല. അവർക്ക് ആദ്യ ഗോള് കിട്ടിയതിന് ശേഷം അവര് കുറെ പൊസിഷൻ കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഏകദേശം 60% പൊസിഷൻ. പക്ഷെ ഷോട്ട്സ് ഓൺ ഗോൾ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വലിയൊരു ത്രെറ്റ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അവർക്കും വരാൻ പോണ പ്രശ്നം എന്തുകൊണ്ട് മൊറോക്കോനെ ആരും ഒരു പോസിബിൾ ചാമ്പ്യനായി കാണുന്നില്ല, സ്ട്രൈക്കർ ഇല്ല. ഈ കഴിഞ്ഞ ലോകകപ്പിൽ ഒരു 7 മാച്ചിലാകെ 6 ഗോൾ അടിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന് ഒരിക്കലും ഒരു ട്രോഫി നേടാൻ പറ്റില്ല. ഇപ്പൊ 1-2 ഷൂട്ട് ഔട്ട് ഒക്കെ ജയിച്ച എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റുന്നല്ലാതെ ഒരു ട്രോഫി ജയിക്കണമെങ്കിൽ ഗോൾ അടിക്കണ ഒരു കളിക്കാരൻ എന്തായാലും വേണം. മറ്റൊരു കളി USA ഓസ്ട്രേലിയ ആയിരുന്നല്ലോ. അതിനകത്ത് ഒരു ദുരന്തമായിട്ട് തന്നെ ഓസ്ട്രേലിയ തുടങ്ങി ഒരു ഓൺ ഗോളോട് കൂടിയിട്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പൊതുവെ അതിനകത്തുള്ള ഡോമിനന്റ് ആയിട്ട് കളിച്ചത് USA ആണെന്ന് തോന്നുന്നു അല്ലേ? അതൊരു നല്ല ഒരു USA ആദ്യത്തെ ജയത്തിന് ശേഷം ശരിക്കും ഒരു മൊമെന്റ് ഉണ്ട്. അവരുടെ ഫാൻ ബേസ് ശരിക്കും അവരുടെ പുറകിലാണ്. പിന്നെ അവരുടെ നല്ല കളിക്കാര്, പ്രത്യേകിച്ച് മിഡ്ഫീൽഡേഴ്സ് വളരെ നന്നായിട്ട് കളി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് പാസ് ചെയ്യാനുള്ള കഴിവ് കൂടാതെ അവരെല്ലാവരും നല്ല ടഫ് ഫിസിക്കൽ പ്ലേയേഴ്സ്. അപ്പൊ അവർക്കൊക്കെ ടാക്കിൾ ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഓൾറൗണ്ട് ടീമാണ്. പിന്നെ നേരത്തെ ഒരു ഗോള് കിട്ടുമ്പോൾ ശരിക്കും ഈ ക്രൗഡ് ഭയങ്കര ഒരു ഹരം കയറും അവർക്ക്. ഇതാണെങ്കിൽ ലോകത്തെ ഏറ്റവും നോയ്സി സ്റ്റേഡിയം സിയാറ്റില് 2 തവണ ഒറ്റ ജംബോ ജെറ്റിന്റെ ഒന്നും അധികം ഡെസിബൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ക്രൗഡ്. അപ്പൊ ആ പബ്ലിക് ഇത് ശരിക്കും USA ടീമിന്റെ പുറകിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ പോച്ചറ്റീനോന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ ആ ക്രൗഡ് മുഴുവൻ അദ്ദേഹത്തിന്റെ പേരിങ്ങനെ കൂക്കായിരുന്നു പുറകിലുള്ള ക്രൗഡ്. അപ്പൊ അത് ശരിക്കും ഒരു വലിയൊരു ഫാക്ടർ. പക്ഷെ ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. അവര് കളി തുടങ്ങുമ്പോ തന്നെ ഒരുവിധം ദേഷ്യത്തിലാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. എന്താ വെച്ചാൽ കഴിഞ്ഞ കളിയിലെ ഗോൾ അടിച്ച ഇറൻകുണ്ടെ ബെഞ്ച് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ നിങ്ങളുടെ അപ്രോച്ച് നെഗറ്റീവാന്ന് മനസ്സിലാക്കുക. ശരിക്കും സ്പീഡുള്ള ഒരു ഫോർവേഡിനെ നിങ്ങൾ ബെഞ്ച് ചെയ്തിട്ട് 35 വയസ്സുകാരന് ഒരു ഇപ്പൊ A ലീഗിൽ കളിക്കണ ഒരു കളിക്കാരനെ അതിന് പകരം കളിപ്പിക്കുക.
അത് തന്നെ ഒരു നെഗറ്റീവ് തുടക്കമായിരുന്നു. പിന്നെ അവരുടെ കളി മുഴുവൻ അങ്ങനെയായി. അല്ല, അത് ഇന്നലെ സംസാരിക്കുമ്പോൾ ദിലീപ് പറഞ്ഞിരുന്നു, കാരണം വൈരാഗ്യമുള്ള ഒരു കളിയായിരിക്കും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ആനലിസ്റ്റ് പറഞ്ഞ വാക്കുകൾ. പക്ഷെ അത് കൂടാതെ അവർ ജയിക്കാൻ നോക്കിയില്ല. ആദ്യം തൊട്ട് ആ ടീം സെലക്ഷൻ തന്നെ അത് മനസ്സിലാക്കുക. അപ്പൊ 2 ഗോൾ അടിച്ച കളിക്കാരും ബെഞ്ചിലായിരുന്നു. ആ രണ്ടും ഫോമിലുള്ള കളിക്കാരാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഡ്രോന് വേണ്ടിയിട്ടാണ് കളി തുടങ്ങണമെന്ന് കാണുമ്പോൾ തന്നെ മറ്റേ ടീമിന് കോൺഫിഡൻസ് കിട്ടും ചെയ്യും. ഇപ്പൊ പരാഗ്വേ അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നുള്ള ഒരു ത്രാസിൽ നിൽക്കുകയാണല്ലോ ഇപ്പൊ. അതിനകത്ത് പിന്നെ ദിലീപ് എന്താ തോന്നുന്നത്? കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പരാഗ്വേക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? അത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ പാരഗ്വേയുടെ ഈ ഫിസിക്കൽ ഫുട്ബോള് ഓസ്ട്രേലിയക്കെതിരെ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. എന്താ വെച്ചാൽ അവർക്ക് തിരിച്ച് നല്ലോണം കിട്ടും ചെയ്യും. ഓസ്ട്രേലിയൻ ടീംസിനെ ഒരു സ്പോർട്ടിൽ നിങ്ങൾക്ക് ബുള്ളി ചെയ്യാൻ പറ്റില്ല. പാരഗ്വേയുടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 2 കാർഡെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കളിയാണ്. അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ഒരു സേഫ്റ്റി ഫസ്റ്റ് അപ്രോച്ച് എടുക്കുന്ന 2 ടീംസാണ്. അപ്പൊ അത് കുറച്ചൊരു ടഫ് മാച്ച് ആവാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പം കുറേയധികം നല്ല കളികൾ രാത്രിയും നാളെ രാവിലെ ആയിട്ട്. അതിലിപ്പം നെതർലാൻഡ് സ്വീഡൻ, അത് എനിക്ക് തോന്നുന്ന ഒരു നല്ല മാച്ച് ആയിരിക്കും. ദൈവം അങ്ങനെ തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? 6 മാസം മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയായിരുന്നു 5-0 നെതർലൻഡ്സ് ജയിക്കുന്നത്. അത്രയും മോശം സ്ഥിതിയിലായിരുന്നു സ്വീഡിഷ് ഫുട്ബോൾ. പക്ഷെ ഇപ്പൊ ഗ്രേം പോട്ടർ വന്നതിന് ശേഷം അവരൊന്ന് വളരെ ഡിഫെൻസീവ്ലി വളരെ കോമ്പാക്ട് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അവരുടെ ഇസാക്ക് തിരിച്ചു വന്നു, യോക്കറേഴ്സ് ആദ്യ ഫോമിലാണ്. അപ്പൊ അങ്ങനത്തെ 2 സ്ട്രൈക്കേഴ്സ് ഉള്ളപ്പോ ഏതൊരു ടീമിനും ചാൻസ് ഉണ്ട്. ഇപ്പൊ മറ്റേ നമ്മള് ടർക്കിയുടെ കാര്യം പറഞ്ഞു, മറ്റേ മൊറോക്കോന്റെ കാര്യം പറഞ്ഞു. ഇവർക്കൊക്കെ ഇല്ലാത്തത് അതാണ്. ഈ സ്വീഡൻ അങ്ങനെ 2 A-ലിസ്റ്റ് സെന്റർ ഫോർവേഡ്സ് ആണുള്ളത്. അപ്പൊ വാൻഡൈക്ക് ആയാലും ഏത് സെന്റർ ബാക്കിനെയും ബുദ്ധിമുട്ടിക്കാനുള്ള മൂവ്മെന്റും ശക്തിയുള്ള 2 സ്ട്രൈക്കേഴ്സ് ആണ്. അപ്പൊ അത് കാരണം സ്വീഡൻ ഇതേപോലെ കൗണ്ടറിലാണ് കളിക്കാൻ പോകുന്നത്. 40% തന്നെ മിക്കവാറും പൊസിഷൻ ഉണ്ടാവില്ല. പക്ഷെ കൗണ്ടറിൽ അവർ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. അതിനകത്ത് എങ്ങനെയായിരിക്കും ഒരു സാധ്യത കാണുന്നത്? എങ്ങനെയാ റിസൾട്ട്? ഇങ്ങനത്തെ കളിയിൽ ഈ മുൻതൂക്കമുള്ള ടീം അത് നെതർലൻഡ്സ് ആയിരിക്കും. അവര് നേരത്തെ ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും മറ്റേ ടീമിന് സാധ്യത കൂടി വരും. എന്താ വെച്ചാൽ ഇവര് പിന്നെ കുറച്ചും കൂടി ഡെസ്പറേറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഗ്യാപ്പുകൾ വരും. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള എല്ലാവിധ കഴിവുകളും ഈ സ്വീഡിഷ് ടീമിനുണ്ട്. ഇപ്പൊ നെതർലൻഡ്സിന് ജയിക്കണമെങ്കിൽ അവർക്ക് ആദ്യം തന്നെ ഒരു ഗോൾ നേടണം. പിന്നെ ജർമ്മനിയുടെ ശരിക്കുള്ള ഒരു കളി ആണ് വരാൻ പോകുന്നത്, ഐവറി കോസ്റ്റ് ആയിട്ട്. മറ്റേത് നമുക്ക് അങ്ങനെ ഒരു അത്രയും ആധിപത്യവും ഒരു മേധാവിത്വമുള്ള കളിയാണ് ആദ്യം നടന്നത്. അപ്പൊ ഇതിനകത്താണ് ശരിക്കും ജർമ്മനി ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇതിനകത്ത് എന്തായിരിക്കും സ്ഥിതി ഐവറി കോസ്റ്റ് ആയിട്ടുള്ള കളിയിൽ? ഇത് ശരിക്കും ജർമ്മനി വേൾഡ് കപ്പ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണോ എന്ന് നമ്മളെ അറിയിപ്പിക്കണ ഒരു കളി ഇതാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലം നല്ല ഒരു 8-10 കൊല്ലമായിട്ട് ജർമ്മനിക്ക് ഒന്നുമില്ലെങ്കിൽ വളരെ ഫിസിക്കലായിട്ടുള്ള ടീംസിനെതിരെ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടീംസ്, ജപ്പാൻ, കൊറിയ ഇങ്ങനത്തെ ടീമുകളോടാണ് എപ്പോഴും ജർമ്മനി പോയി തോൽക്കുക. അവർക്ക് സ്പീഡും ഫിസിക്കാലിറ്റി വലിയ അതിശയം. എന്താ വെച്ചാൽ പണ്ട് ഈ ഫിസിക്കൽ ഫുട്ബോളിന്റെ ദാതാമാര് ജർമ്മൻസ് ആയിരുന്നു. ഏറ്റവും ടഫായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ്, ഇപ്പൊ ലോത്ത മെറ്റേഴ്സ് ആയാലും എഫൻബർഗ് ആയാലും സാമർ, ഇവരൊക്കെ ശരിക്കും മിഡ്ഫീൽഡ് ദാദാസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു കളിക്കാരൻ ഇപ്പൊ ഇല്ല. ഇത് കുറച്ചൊരു സോഫ്റ്റ് ജർമ്മൻ ടീമാണ്. അവരെ കുറച്ച് ഫിസിക്കലായിട്ടുള്ള ഒരു ടീംസിന് കുറച്ച് അവരെ ബുള്ളി ചെയ്യാൻ പറ്റും. അപ്പൊ അത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നാണ് വലിയൊരു ചോദ്യം. പിന്നെ ഐവറി കോസ്റ്റിന് മികച്ച വൈഡ് പ്ലേയേഴ്സ് ഉണ്ട്, സെന്റർ ഫോർവേഡും ഉണ്ട്. അപ്പൊ അത് നല്ലൊരു ടെസ്റ്റ് ആയിരിക്കും ജർമ്മൻ ഡിഫൻസിനും അതെ അവരുടെ മിഡ്ഫീൽഡിനും. അവർക്ക് ആ ഫിസിക്കാലിറ്റി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ജപ്പാനും ഇറങ്ങുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജപ്പാനും ഒരു ഈ പറഞ്ഞ പോലെ നല്ല സാധ്യതയുള്ള ടീമാണല്ലോ. ട്യൂണീഷ്യ ആയിട്ടാണ് ഇന്നത്തെ കളി. ട്യൂണീഷ്യ ആയിട്ട് അവർക്ക് ബോൾ കുറെ കിട്ടും. മറ്റേ നെതർലൻഡ്സിനെതിരെ അവർക്ക് 40% പൊസിഷൻ ഉണ്ടായിരുന്നു. ഈ കളിയിൽ നേരെ തിരിച്ച് ജപ്പാനായിരിക്കും അധികം ബോൾ ഉണ്ടാവുക. പക്ഷെ കൂബോ ഇല്ലാത്തത് അവർക്ക് വലിയൊരു നഷ്ടം. കഴിഞ്ഞ കളിയിൽ മുട്ടിന് പരിക്കായിട്ട് എത്ര കാലം പുറത്താവുന്നതന്നെ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് മുഴുവൻ മിസ് ചെയ്യേണ്ടി വരുന്നൊക്കെയാണ് പറയുന്നത്. ടൂർണമെന്റിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ കളി എന്തായാലും കളിക്കുന്നില്ല. അപ്പൊ അവരുടെ
പ്രധാനപ്പെട്ട ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ക്യൂബോ ആണ്. പക്ഷെ വേറെയും നല്ല കളിക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ടുണീഷ്യ വളരെ ടൈറ്റായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നോക്കും, പക്ഷെ അവർക്ക് ജയിക്കണം. അതൊരു കാര്യമുണ്ട്. സ്വീഡനോട് ഭയങ്കര വലിയ തോൽവി ആയതിനു ശേഷം അവർക്ക് ഇനി ജയിക്കാതെ ഒരു നിർത്തില്ല. 5-1 തോറ്റൊരു ടീമിന് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. മിക്കവാറും 2 കളി ജയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ജയവും ഒരു ഡ്രോവും വേണം. അപ്പൊ അവർക്ക് 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാനും പറ്റില്ല ടുണീഷ്യക്ക്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്നും മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ അത് ജപ്പാനെ സൂട്ട് ചെയ്യണ ഒരു കാര്യമാണ്. ജപ്പാൻ കൗണ്ടറിൽ വളരെ ശക്തമായ ടീമാണ്. അപ്പൊ ആ ഗ്യാപ്പ് നോക്കി എനിക്ക് തോന്നുന്നു ജപ്പാൻ ജയിക്കേണ്ട ഒരു കളിയാണ്. പിന്നെ ഒരു ക്യൂറസോവയുടെ കളിയാണുള്ളത്. അത് പിന്നെ എക്വഡോറുമായിട്ടാണ്. അത് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇരയാക്കാൻ വിധിക്കപ്പെട്ട ടീമായിട്ട് തന്നെ നിൽക്കുവോ ക്യൂറസോവ? പറയാൻ പറ്റില്ല. അവര് ആദ്യത്തെ കളി കഴിഞ്ഞതുകൊണ്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ ആ ഫാക്ടർ കുറച്ച് കുറഞ്ഞിട്ട് ഇനി നമ്മൾ നാണം കെടരുത് എന്നുള്ളൊരു ഇത് വരും. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പൊ സെൻട്രൽ അമേരിക്കയിലത്തെ ടീംസ് അങ്ങനെ വീക്ക് ടീംസ് അല്ല. ഇപ്പൊ ഹൈറ്റിയൊക്കെ ശരിക്കും നന്നായി കളിച്ചു ബ്രസീലിനെതിരെ. എക്വഡോർ പക്ഷെ ഈ ഇടയ്ക്ക് ഗ്വാട്ടിമാല 3-0 ഒരു ഫ്രണ്ട്ലിയിൽ തോൽപ്പിച്ചതാണ്. അവര് ഗോൾ അടിക്കാത്തൊരു ടീമാണെങ്കിലും ഇങ്ങനത്തെ ഒരു ടീമിനെതിരെ അവരുടെ ആകപ്പാടുള്ള ഫിസിക്കൽ ഡോമിനൻസും ഇതും വെച്ചിട്ട് എക്വഡോർ ജയിക്കേണ്ട ഒരു കളിയാണ്. പക്ഷെ മറ്റേ ജർമ്മനിയെ പോലെ 7 ഗോളൊന്നും അടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. 2 കിട്ടിയ ഭാഗ്യം.